ഹായ്, ഞാൻ മോളി ബക്കർ. എന്നെ പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് കൂടുതൽ ആർക്കൊന്നും അറിയില്ല. ഞാനിവിടെ പുതിയതാണ് കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്ന് നോക്കിയാലോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്ന് ഇഡ്ഡലി, സാമ്പാർ, ചട്നിയൊക്കെ കേട്ടോ. ഇഡ്ഡലി ഇതിങ്ങനെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിവിടെ സ്റ്റേ ആയിരുന്നു. അവൾ ഇവിടുന്ന് ഓഫീസിൽ പോയപ്പോൾ എടുത്ത് കഴിച്ചിട്ട് പോയതാണ്. ഞാൻ പുറത്ത് പോയതുകൊണ്ട് വരാൻ ലേറ്റായതുകൊണ്ട്. അങ്ങനെ ഇഡ്ഡലി, സാമ്പാർ, ചോറ്, മുട്ട പുഴുങ്ങിയത്, ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കാൻ വെച്ചു. ബീഫ് ഫ്രൈ, പിന്നെ ചട്നി ഉണ്ട് കേട്ടോ. അതവിടെ മൂടി ഇത് അവൾ ഊട്ടിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ. അവർ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും കൂടെ ഊട്ടിയിൽ ടൂറ് പോയതായിരുന്നു. അതാ നൈറ്റ് ലേറ്റായതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇതവിടെ വെച്ചാലേ അതിനകത്തേക്കൊക്കെ ആവും. ബോക്സിലിട്ട് വെക്കണം. അപ്പോൾ എന്നുവെച്ചാൽ ചോറും കറിയും കണ്ടാലോ. ചോറ്, സാമ്പാർ. തിങ്കളാഴ്ച ദിവസം ഞാൻ എപ്പോഴും സാമ്പാറൊക്കെ ഉണ്ടാക്കുക. എന്നുവെച്ചാൽ തിങ്കളാഴ്ച ഇഡ്ഡലി ഉണ്ടാക്കുക. ഞായറാഴ്ച മാവ് അരച്ച് വെക്കുന്നതുകൊണ്ട് തിങ്കളാഴ്ച എന്തായാലും ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ഞാൻ എന്തായാലും സാമ്പാർ വെക്കും. അതിൻ്റെ ബാക്കി ചൊവ്വാഴ്ച രാവിലെ ദോശയ്ക്ക് കൊടുക്കും കേട്ടോ. എൻ്റെ കെട്ടിയവനാണെങ്കിൽ സാമ്പാറെന്ന് കേട്ടാലേ കലി വരും. സാമ്പാറെന്നല്ല, പച്ചക്കറി എന്ന് കേട്ടാലേ കലി വരും. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട്, കൊടുത്തയക്കുന്നതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് കഴിക്കും. ഇവിടെയാണെങ്കിൽ ഒരു മുട്ടയെങ്കിലും പൊരിച്ചതാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കൊടുത്ത് പിന്നെ ബീഫ് ഉണ്ടായിരുന്നെടുത്ത് ചൂടാക്കിയതാണ് കേട്ടോ. അപ്പോൾ തോരൻ ഇതിനകത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ചൂടാക്കിയതും സാമ്പാറും ബീറ്റ്റൂട്ട് ഉപ്പേരിയും പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് പാക്ക് ചെയ്തേക്കാം. ബീറ്റ്റൂട്ട് ഇഷ്ടമല്ല കേട്ടോ, എനിക്കിഷ്ടം കേട്ടോ ബീറ്റ്റൂട്ട് തോരൻ. ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറി എന്ന് പറഞ്ഞാലേ ഇഷ്ടമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണ്ടേ. അപ്പോൾ ചോറ് പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചട്നി അരച്ച് വെച്ചായിരുന്നു കേട്ടോ, കാണിക്കാൻ മറന്നത് പോയതാണേ. ഇഡ്ഡലിക്ക് സാമ്പാറും ചട്നിയുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ബീഫ് ഇടാം. ബീഫൊന്ന് നല്ല ഫ്രൈ ആക്കി എടുത്താൽ കേട്ടോ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണേ. അപ്പം നമ്മുടെ ലഞ്ച് ബാഗ് റെഡി. ഇനി ഒരു പ്ലേറ്റും കൂടെ വേണം. ഇതിൽ കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഒരു പ്ലേറ്റും കൂടെ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ പ്ലേറ്റ് റെഡി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും റെഡി.